CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിലേക്ക്. ടെൻഷനാണ്. ഞാൻ എപ്പോഴെങ്കിലും ഹാപ്പി അല്ലാണ്ടിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ CPIM മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി നിലമ്പൂർ നിയോജക മണ്ഡലം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ത്തിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച് തോട്ടം തൊഴിലാളികളെയും പാവപ്പെട്ട മനുഷ്യരെയും സംഘടിപ്പിച്ച് പ്രസ്ഥാനവും സജീവമായി മുന്നോട്ടേക്ക് വന്ന ഒരു ഭൂതകാല ചരിത്രവും വർത്തമാന അന്തരീക്ഷവും നിലമ്പൂരിന് പ്രത്യേകതയായിട്ട് ഉണ്ട്. സഖാവ് കുഞ്ഞാലിയെപ്പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവും MLAയും ദാരുണമായ കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ആ നിലമ്പൂർ നിയോജകമണ്ഡലം വർത്തമാന പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയുള്ള ഒരു മണ്ഡലമായിട്ട് നിൽക്കുകയാണ്. അവിടെ CPIM-ൻ്റെയും CPIM പിന്തുണക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുമെല്ലാം ജയിക്കുകയും ചിലപ്പോഴൊക്കെ തോൽക്കുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റിൽ സ്വതന്ത്രനായി രണ്ടാമത് മത്സരിച്ച അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ നൽകി UDF-ൻ്റെ ഒപ്പം പോയ ചിത്രം കുറച്ചു മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ ഒറ്റുകൊടുത്ത് UDF-ൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ദയനീയമായ ചിത്രം കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചളിവായി എറിയുകയാണ് എന്ന ആരോപണമാണ് UDF-നെ പറ്റി, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചന വരെ നടത്തുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം
മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെൻ്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIയും കാണുന്നത് അങ്ങനെയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് പറയാനുള്ളത്. മത്സരത്തിന്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട്, അതിനോട് UDF എടുത്ത സമീപനം, ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്കവിടെ സാധിക്കും. നന്നായിട്ട് ജയിക്കാനുണ്ട്. ഇതാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു നാട്ടുകാരൻ തന്നെയാണല്ലോ. അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു വന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം നിയോജകമണ്ഡലം ആണ് ഈ നിലമ്പൂർ. അത് കോൺഗ്രസ്സുകാർക്ക് എന്തും പറയാലോ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്.